അപ്പോൾ ഏട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞാനൊരു സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്തുള്ളൊരു കട തന്നെയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. ഹലോ അമിഗോസ്, ഇപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ സ്വപ്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട് സൗത്ത് ഓർമ്മശ്ശേരി ഒരു ജ്വല്ലറീൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കണത്. കുറേ നാളത്തെ ആഗ്രഹമാണ് അപ്പോൾ സാധിക്കാൻ പോണത്. അപ്പോൾ ഞാൻ ജ്വല്ലറീൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. കയറിയപ്പോൾ തന്നെ നല്ല ടെൻഷൻ ഉണ്ട്. കയ്യിൽ കുറച്ച് പൈസയേ ഉള്ളൂ. ഉദ്ദേശിച്ച സാധനം കിട്ടുമെന്ന് അറിയില്ല. അങ്ങനെ കുറേ നാളത്തെ കഷ്ടപ്പാടും ആഗ്രഹങ്ങളും എല്ലാം ആ സംഭവം കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരെ കാക്കനാട് റോയൽ ബേക്കേഴ്സിൽ പോവാണ് ഒരു ചെറിയ കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ചോക്ലേറ്റ് റഫിൾ കേക്കാണ് പറഞ്ഞേച്ചത്. അപ്പോൾ നമ്മളവിടെ എഴുതാനുള്ളതൊക്കെ എഴുതി. ഹാപ്പി ബർത്ത്ഡേ മൈ ലവ് എന്നാണ് ഞാൻ മാറ്റർ കൊടുത്തിരുന്നത്. അവർ എഴുതി തന്നു. കേക്കായിട്ട് നേരെ വീട്ടിൽ പോവാണ് കേട്ടോ. അങ്ങനെ കേക്കും വാങ്ങിച്ച സാധനമൊക്കെ ഒളിപ്പിച്ച് വെച്ച് രാത്രി ഒരു 11:15 കള്ളന്മാർ പതുങ്ങി മുന്നോട്ട് എൻ്റെ റൂമിൽ നിന്ന് നേരെ ഇപ്പുറത്തെ റൂമിലേക്ക് വന്നു. ഏട്ടനും കുഞ്ഞും ഉറങ്ങാണ്, അച്ഛനും അമ്മയും കിടന്നായിരുന്നു. അപ്പോൾ ആക്ച്വലി ഇത് ഞാൻ ഈ സംഭവങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള പരിപാടിയെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. പക്ഷേ കുഞ്ഞിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേക്ക് വാങ്ങിച്ച സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ ചീത്തയായി പോയി. അപ്പോൾ ഞാൻ ഉള്ള സാധനം വെച്ച് തട്ടിക്കൂട്ടി ചെറിയൊരു ഡെക്കറേഷനൊക്കെ നടത്താണ്. അപ്പോൾ ആരും അറിഞ്ഞിട്ടില്ല. റൂമിലെ വാതിലൊക്കെ അടച്ചാണ് ഒരു 11:15 റൂമിലേക്ക് കയറിയത് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡിനാണെങ്കിലും നമ്മുടെ കൊച്ചിനാണെങ്കിലും ഇങ്ങനെ ചെറിയ ചെറിയ സർപ്രൈസ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം അവർക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ്സും അടിപൊളിയല്ലേ. അപ്പോൾ 11:35 അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഡെക്കറേഷൻ പരിപാടിയൊക്കെ ഞാൻ കഴിഞ്ഞു. അപ്പോൾ ചെറുതായിട്ട് കിറങ്ങി തുടങ്ങി ഉറക്കം വന്നിട്ട്, എന്നാലും പിടിച്ച് നിന്നു കേട്ടോ. 12 മണി വരെ പിടിച്ച് നിൽക്കണമല്ലോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ സെറ്റപ്പ്. അങ്ങനെ കേക്ക് നമ്മൾ വെച്ചു. ഇനി നേരെ റൂമിൽ പോയിട്ട് ഏട്ടനെ വിളിക്കാം. കമോൺ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഏട്ടൻ സത്യം പറഞ്ഞാൽ നല്ല ഉറക്കത്തിലായിരുന്നു. ആൾക്ക് കുറേ ദിവസമായിട്ട് ഭയങ്കര ക്ഷീണമാണ്. കുറച്ച് വർക്ക് ലോഡ് കൂടുതലായിരുന്നു കോളേജിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ഷീണം ആൾ ഉറങ്ങി തീർക്കായിരുന്നു. 3-4 ദിവസമായിട്ട് മര്യാദക്ക് ഉറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു കിറങ്ങി നിൽക്കുകയാണ് ആൾ. പക്ഷേ ആൾ നല്ല ഹാപ്പി ആയിട്ടൊന്നും. കാരണം പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇതുവരെ ഇങ്ങനെ രാത്രി കേക്കൊന്നും മുറിച്ചിട്ടില്ല. ജസ്റ്റ് ബർത്ത്ഡേനെ അന്ന് ചിലപ്പോൾ കേക്ക് വാങ്ങിക്കും. ഞാൻ സ്ഥിരം വാങ്ങിച്ചെടുക്കുന്ന ഗിഫ്റ്റ് ഒരു ഷർട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ അറിയാം ബർത്ത്ഡേ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി വന്നാൽ പിന്നെ ആദ്യം ഞാൻ കൊടുക്കണ ഒരൊറ്റ ഗിഫ്റ്റേ ഉള്ളൂ, ഷർട്ട് അല്ലെങ്കിൽ പാൻസ്. അപ്പോൾ ഈ പ്രാവശ്യം ചെറിയ രീതിയിലൊക്കെ ആഘോഷിക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഗിഫ്റ്റ് ഉണ്ടെന്ന് കൊടുത്തു. അപ്പോൾ ഉറപ്പാണല്ലോ ഡ്രസ്സാണെന്ന് ആൾക്കറിയാം. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് കുറേ വർഷങ്ങളായിട്ട്, അതായത് കല്യാണം കഴിഞ്ഞ നാൾ തൊട്ടേ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഗിഫ്റ്റാണ് ഏട്ടന് കൊടുക്കാൻ പോണത്. അപ്പോൾ ആദ്യം ജോലി ഉണ്ടായില്ല. കുഞ്ഞിന് ഡെലിവറി കഴിഞ്ഞു. പിന്നെ കുഞ്ഞിനെ നോക്കാനായിട്ട് നമ്മുടെ കരിയർ പതിയെ മാറ്റി വെച്ചു. പിന്നെ ജോലി കിട്ടി. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ജോലിയാണെങ്കിൽ അധികം സാലറി ഒന്നും ഇല്ലെങ്കിലും എന്നെ സംബന്ധിച്ച് ഒരു 10 രൂപ കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ ആദ്യം കൊടുത്ത ഗിഫ്റ്റ് നോക്കുകയാണ്, ഷർട്ട്. അപ്പോൾ വെച്ചൊക്കെ നോക്കിയപ്പോൾ നല്ല കളറാണ്, ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോട്ട് കിട്ടണ പൈസ സ്വരൂപിച്ച് ഒരു ചെറിയൊരു എമൗണ്ട് ആക്കി ഞാൻ വാങ്ങിച്ചു കൊടുത്താണ്. സത്യം എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരുപാട് നാളത്തെ കഷ്ടപ്പാടും ഈ ഒരു കിരണണ്ണൻ്റെ കഥയില്ലേ, കിട്ടണ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ച്, അതേപോലെ എൻ്റെ ആഗ്രഹങ്ങളും ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ അധികം പൈസ ഓൺലൈനായിട്ട് ഡ്രസ്സുകളോ മേക്കപ്പ് സാധനങ്ങളോ ഒന്നും അങ്ങനെ അധികം വാങ്ങിക്കാറില്ല. ആകെ ഞാൻ ഫുഡ് വാങ്ങിക്കാനാണ് അത്യാവശ്യം പൈസ ചിലവാക്കാറ്. എന്നെ അടുത്തറിയണവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഗിഫ്റ്റ് തുറന്നു. അപ്പോൾ ആൾക്ക് നല്ല ഹാപ്പിയായി. അപ്പോൾ ഏട്ടനും കുറേ നാളായിട്ട് ആഗ്രഹിച്ചൊരു സാധനമാണ് കേട്ടോ അത്. അപ്പോൾ ഞാൻ തന്നെ അത് മാലയിൽ ലോക്കറ്റായിട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ഒരു ആലിലക്കണ്ണൻ്റെ ലോക്കറ്റാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അത് കാണുമ്പോൾ നമുക്ക് കിട്ടണൊരു സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ ഇത്. കുറേ നാളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം ഞാൻ സാധിച്ചെടുത്തു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ അത് സാധിക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ കുഞ്ഞു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം. ബൈ.